കോഴിക്കോട് നഗരത്തിലെ മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കുടിവെള്ള വിതരണം ഭാഗികമായി നിലച്ചിട്ട് ഒരാഴ്ച പിന്നിടുന്നു. റോഡ് വീതി കൂട്ടുന്നതിനായി പുതിയ പൈപ്പിടുന്ന പ്രവൃത്തികൾ തുടരുന്നതിനിടെയാണ് വെള്ളം വിതരണം നിർത്തിയത്. എന്നാൽ ബദൽ സംവിധാനം ഒരുക്കാത്തതോടെ നഗരത്തിലെ പല ഭാഗങ്ങളിലും ജനങ്ങൾ ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണ്. കാണാം അനീഷ് ദേവസി തയ്യാറാക്കിയ റിപ്പോർട്ട്. വെള്ളം കുടി മുട്ടിക്കുന്നവർ. നഗരത്തിലെ പ്രധാന പാതയായ മാനാഞ്ചിറ മലപ്പറമ്പ് റോഡ് 4 വരിയാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നത്. ഇതിനു മുന്നോടിയായി നടക്കാവ് മുതൽ മാവൂർ റോഡുള്ള പ്രദേശങ്ങളിൽ ഒരാഴ്ച മുന്നേ കുടിവെള്ള വിതരണം നിർത്തിവെച്ചിരുന്നു. എന്നാൽ പണി വൈകിയതോടെ ജനജീവിതം ദുരിതമായിരിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. 7 ദിവസമായി വെള്ളം ഇല്ലാണ്ട ഞങ്ങൾ പൈസ കൊടുത്ത് വെള്ളം വാങ്ങല. കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. ഒരാഴ്ചത്തേറെയായി പൈപ്പിൽ വെള്ളം വന്നിട്ട്. കേരള വാട്ടർ അതോറിറ്റി നൽകിയ അറിയിപ്പ് പ്രകാരം അധികം വൈകാതെ പണി പൂർത്തിയാക്കി ജലവിതരണം പുനഃസ്ഥാപിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ പുതുതായി സ്ഥാപിച്ച പൈപ്പുകൾ പലയിടങ്ങളിലും പൊട്ടിയതോടെ പ്രവൃത്തികൾ നീണ്ടു. ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷൻ, കാട്ടുവയൽ മേഖലകളിൽ കുടിവെള്ളം പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. വെള്ളം ലഭിക്കാത്തതോടെ ജനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലായി. ഈ വയസ്സന്മാർക്ക് വെള്ളം കൊണ്ടുവന്നിട്ട് കൊടുത്തണേ, അവിടുന്ന് പൊന്തിച്ച് ഒരു ബക്കറ്റ് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ കൊടുക്കുമ്പോൾ ഒരു 10 വീട്ടുകാർക്ക് ഒരു 5 ബക്കറ്റ് വെള്ളമെങ്കിലും വീട്ടിലേക്ക് ഇങ്ങനെ കൊടുത്തു പോയാൽ അതൊരു നല്ലതല്ലേ. നമുക്ക് വയ്യാത്ത ആൾക്കാരാണ് ഉള്ളത്, വേറെ ഒന്നല്ല. വെള്ളത്തിന് വേണ്ടി ഞങ്ങൾ പുറത്ത് പോയിട്ട് അവിടെ ഉള്ള സ്ഥലത്ത് പോയിട്ട് വണ്ടിയിൽ ബൈക്കിൽ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ വളരെ അത്രയും കഷ്ടപ്പാടാണ്. ഒരു മാസത്തിൽ മേലെയാണ്. വണ്ടി അവിടെ വരെ കൊണ്ടുവന്ന് വെള്ളം കൊടുക്കും. നമുക്ക് പ്രായമായി, നമുക്ക് അവിടെ നിന്ന് പൊതിച്ചു കൊണ്ടുവരാൻ പറ്റുമൊന്നുമില്ല. സാമർത്ഥ്യമുള്ളവർ പൊന്തി തള്ളി പിടിച്ച് കൊണ്ടുപോകുന്നു. നമ്മളൊക്കെ എത്രയും 10-20 ദിവസം ഇവിടെ വെള്ളമില്ലാതെ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ കരാർ ലഭിച്ച സ്വകാര്യ കമ്പനിയാണ് പൈപ്പിടൽ നടത്തുന്നത്. റോഡ് വീതി കൂട്ടൽ പ്രവൃത്തികൾ നീളുന്നതും പൈപ്പിടൽ ജോലികളെ ബാധിക്കുന്നുണ്ടെന്നാണ് വിവരം. ബദൽ സംവിധാനം ഒരുക്കാത്തത് നഗരവാസികളുടെ പ്രതിഷേധം ശക്തമാക്കുകയാണ്. റോഡ് വികസനം അത്യാവശ്യമാണെങ്കിലും കുടിവെള്ള വിതരണം മുടങ്ങിയത് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. പണി എത്രയും വേഗം പൂർത്തിയാക്കി ജലവിതരണം പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അനീഷ് ദേവസ്യ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.